കേരള സർവകലാശാലയ്ക്ക് മുന്നിലുണ്ടായ സംഘർഷങ്ങൾ തടയുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചയിൽ അതൃപ്തി രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാന പോലീസ് മേധാവിയെ രാജ്ഭവനിൽ വിളിപ്പിച്ച ഗവർണർ അതൃപ്തി അറിയിച്ചു. സംഘർഷങ്ങൾ ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ട് തടഞ്ഞില്ല? പോലീസിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയിൽ ശക്തമായ നടപടി വേണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. കേരള സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരുന്നത്. ഇടത് യുവജന സംഘടനകൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും ഇത് തടയാൻ പോലീസ് തയ്യാറായിരുന്നില്ല. സർവകലാശാല ആസ്ഥാനത്ത് കയറി പ്രതിഷേധിക്കാൻ വരെ എല്ലാ ഒത്താശയും പോലീസ് ചെയ്തു നൽകി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഓഫീസുകളിൽ പോലും സമരത്തിന്റെ മറവിൽ SFI പ്രവർത്തകർ കയറിയിറങ്ങി. മാത്രമല്ല, രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചിട്ടും നടപടികൾ ജലപീരങ്കിയിൽ ഒതുക്കി. ഒടുവിൽ യാചിച്ചാണ് പോലീസ് സംഘർഷം ഒഴിവാക്കിയത്. ഇതോടെയാണ് ഗവർണർ നിലപാട് കടുപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചുവരുത്തിയ ഗവർണർ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ നിലപാട് കടുപ്പിക്കുമെന്ന സൂചനയും DGPക്ക് നൽകിയിട്ടുണ്ട്. കേരള സർവകലാശാലയിലേക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ തേടി ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിനും നിർണായകമാണ്. ജനം, തിരുവനന്തപുരം.